ടു ടെക് റൂട്ട്സ്. ഗൈസ്, ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് MS Excel, മൈക്രോസോഫ്റ്റ് എക്സലിലെ ഒരു പവർഫുൾ ഫീച്ചറാണ്. ഒരു സിമ്പിൾ ഷോർട്ട് കട്ട് വെച്ച് നമുക്ക് ഈസി ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ പവർഫുൾ ആയിരിക്കും, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+E ആണ്. Ctrl+E വെച്ചിട്ട് ഈ ഷോർട്ട് കട്ടിന് പറയുന്ന ഈ മെത്തേഡിന് പറയുന്ന പേരാണ് ഫ്ലാഷ് ഫിൽ. ഓക്കെ, ഫ്ലാഷ് ഫിൽ എന്നാണ് ഈ മെത്തേഡിന്റെ പേര്. ഇതിന് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് Ctrl+E ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇപ്പോൾ ഇവിടെ ഞാൻ കോളം എ കോളം ബി എന്ന് പറഞ്ഞ 2 കോളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമുക്ക് ഈ 3 4 5 6 ഈ ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടണം വേണ്ടിയിട്ട്, ഇതുപോലെ ഈ ബാക്കിയുള്ള എല്ലാ കോളംസിലെയും ലാസ്റ്റ് ഡിജിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ ഫസ്റ്റ് റോയിലുള്ള ലാസ്റ്റ് ഡിജിറ്റ് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി താഴോട്ട് വന്നിട്ട് ജസ്റ്റ് Ctrl+E പ്രസ് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് കിട്ടും. കണ്ടോ? ഇപ്പൊ നമുക്ക് ഈ ഡാറ്റയുടെ എല്ലാം ലാസ്റ്റ് ഡിജിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇനി നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് നോക്കാം. ഇതെല്ലാം 4 ഡിജിറ്റ് ഫോർമാറ്റാണല്ലേ. ഇനി നമുക്ക് വേറൊരു കേസ്, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡിജിറ്റൽ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് ദിസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഈ കേസിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ Ctrl+E പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് 3 ഡിജിറ്റ് എടുത്ത് ബാക്കിയുള്ള എത്രയാണോ ഡിജിറ്റ് അതായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മുടെ എക്സലിൽ ഒന്ന് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടും. നമുക്ക് നോക്കാം. 6 ടൈപ്പ് ചെയ്തു, നെക്സ്റ്റ് 8 ടൈപ്പ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ Ctrl+E പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എക്സാമ്പിൾ. സെക്കൻഡ് വൺ, നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഡിജിറ്റ് ചെയ്യുന്ന സെയിം അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മളിവിടെ 3 പ്രസ് ചെയ്യാം, എന്നിട്ട് Ctrl+E പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സെയിം കേസ് തന്നെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യാൻ. ഡിജിറ്റ് എക്സ്ട്രാ വന്ന് വരുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് 2 വെച്ച് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാക്കിയെടുക്കും, എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള റിസൾട്ട് തരും. ഓക്കെ, ഇത് നെക്സ്റ്റ് എക്സാമ്പിൾ. നമുക്ക് ഇതിലെ മിഡിൽ ക്യാരക്ടർ കിട്ടണം. ഓക്കെ, 3 4 5 6 ഇതിലെ മിഡിൽ ക്യാരക്ടർ 4 5 നമുക്ക് ഔട്ട്പുട്ട് ആയി കിട്ടണം, നെക്സ്റ്റ് സെല്ലിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 4 5 ടൈപ്പ് ചെയ്ത് വെക്കുക, എന്നിട്ട് Ctrl+E പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് 3 ഫീച്ചേഴ്സ് നോക്കി, 3 എക്സാമ്പിൾ നോക്കി. ഫസ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്തു, നെക്സ്റ്റ് ഫസ്റ്റ് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്തു, നെക്സ്റ്റ് ചെയ്തത് നമ്മൾ ലാസ്റ്റ് ചെയ്തത് മിഡിൽ നമ്പർ എക്സ്ട്രാക്ട് ചെയ്തതാണ്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്തത് ലാസ്റ്റ് 2 ക്യാരക്ടർ. ഇപ്പൊ നമ്മൾ നമ്പേഴ്സ് വെച്ചാണ് ഇത്ര നേരം 3 എക്സാമ്പിൾ ചെയ്തത്. ഇനി നമുക്ക് ലാസ്റ്റ് 2 ക്യാരക്ടർ എടുക്കാം. ലൈക്ക് ദിസ്. ഇപ്പൊ ഞാൻ എടുത്തു, ഹെല്ലോയുടെ എല്ലോ വെച്ച് മീൻസ് ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് Ctrl+E പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാസ്റ്റ് 2 ഡിജിറ്റ് അല്ല വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HEL 3 ഡിജിറ്റ് കഴിഞ്ഞ് ബാക്കി എത്രയാണോ ഡിജിറ്റ് ആ രീതിയിലാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ക്ലിയർ ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, LO ടൈപ്പ് ചെയ്തു, നെക്സ്റ്റ് NG ടൈപ്പ് ചെയ്തു, എന്നിട്ട് Ctrl+E പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് കിട്ടി, ലാസ്റ്റ് 2 ഡിജിറ്റ് കിട്ടി. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ലാസ്റ്റ് 1 ഡിജിറ്റും അതുപോലെ തന്നെ ഫസ്റ്റ് 1 ഡിജിറ്റും ഫസ്റ്റ് 2 ഡിജിറ്റും നമുക്ക് ഇതുപോലെ ട്രെയിൻ ചെയ്ത് നമുക്ക് എക്സലിൽ നിന്ന് റിസൾട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ മെത്തേഡിന് പറയുന്ന പേരാണ് ഫ്ലാഷ് ഫില്ല്. ഇതിന് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ടാണ് Ctrl+E. ഓക്കെ, നെക്സ്റ്റ് കോൺകാറ്റിനേറ്റ് ചെയ്യുക. മീൻസ് 2 സെല്ലുണ്ട്, ആ 2 സെല്ലിലെ വാല്യൂ ഒന്നിച്ച് അടുത്ത സെല്ലിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺകാറ്റിനേറ്റ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാനിവിടെ ഹലോ ഡിയർ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സെല്ലിൽ വന്ന് ഞാൻ Ctrl+E പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടി, ഗുഡ് മോർണിംഗ്. ആ 2 സെല്ലിന്റെയും കോർഡിനേഷൻ കിട്ടി. ലൈക്ക് നമുക്ക് ഇനി നമുക്കൊരു ഐഫോൺ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെല്ല്, അതിനുശേഷം സെക്കൻഡ്, എന്നിട്ട് നമുക്ക് അതിലൊരു ഐഫോൺ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ Ctrl+E പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ടെലഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇടുന്ന വീഡിയോകൾ ഞാൻ ആ ഗ്രൂപ്പിലും ഇടുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.